ഹലോ നമസ്കാരം. എല്ലാവർക്കും ജാഷി വയനാട് സ്റ്റോറീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ. ഞാനും നിങ്ങളും നമ്മുടെ കഥകളും. അല്ലേ, നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വൈഗ IPS എന്ന നോവലാണ്. ഹൃദയം നിലയ്ക്കുന്ന വൈകാരിക മുഹൂർത്തങ്ങളിലൂടെ അധ്യായം 21 നിങ്ങളെ ഏവരെയും ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമുക്ക് നോവലിലേക്ക് പോയാലോ? നോവൽ തുടങ്ങുന്നതിന് മുമ്പേ എല്ലാവരും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് നോവലിലേക്ക് പോകാം. എവിടെയാണ് കാട്ടിത്താടാ? ഇനിയും നീ നിൻ്റെ ഈ ചവിട്ട് നാടകം നടത്തിയാൽ ഈ ഹോസ്പിറ്റലിൽ പോലീസ് വളയും. മൈൻഡ് ഇറ്റ്. വൈഗ തന്നെ ജ്യോതീന്ദ്രൻ്റെ വാതിക്കലേക്ക് ഫലമായി നയിച്ചു. ഇരുവരും പുറത്തിറങ്ങി. ജ്യോതീന്ദ്രൻ വഴികാട്ടി. വൈഗ അവനിൽ നിന്നുള്ള പിടിവിട്ടുമില്ല. വരാന്തയിലൂടെ ചെന്ന ജ്യോതീന്ദ്രൻ നിന്നത് ICUവിന് മുന്നിൽ. ICUവിൻ്റെ വാതിൽ തുറക്കപ്പെട്ടു. ഓഹോ, അവൻ രോഗം അഭിനയിച്ച് ICUവിൽ ഒളിഞ്ഞു കിടക്കുകയാണ് അല്ലേ? ഈ ഹോസ്പിറ്റലിൽ ഞാൻ പൂട്ടിക്കും. വൈഗ ജ്യോതീന്ദ്രനെ വിട്ട് അകത്തേക്ക് പാഞ്ഞു. അകത്ത് ബെഡിൽ മോണിറ്ററുകളുമായി ഘടിപ്പിച്ച അനേകം വയറുകളുമായി ഒരനക്കമറ്റ ശരീരം. തലയിലൊരു ബാൻഡേജ്. അത് അഖിലല്ല, പിന്നെ ഒരു പെൺകുട്ടി. ശക്തി കൂടിയ വൈദ്യുതി നെറുകയിലേക്ക് പാഞ്ഞു കയറിയ ഒരു നിമിഷം. ഹൃദയത്തിൻ്റെ 4 അറകളും അതിദ്രുതം തുറന്നടഞ്ഞ ആന്തലോടെ വൈഗ ആ മുഖം തിരിച്ചറിഞ്ഞു. തൊണ്ടക്കുഴിയിൽ വിളി മുഴങ്ങി. മിത്രമോളെ. അധ്യായം 44. അതെ മാഡം, ആ കിടക്കുന്നത് അഖിലല്ല. പിന്നിൽ നിന്നും ജ്യോതീന്ദ്രൻ്റെ നനുത്ത ശബ്ദം. മാഡത്തിൻ്റെ അനിയത്തി മിത്രയുടെ ശരീരമാണ്. മിത്ര, അവളാണ് മുമ്പിൽ കിടക്കുന്നതെന്ന്. മോളെ. ആർത്തനാദം വൈകിയുടെ തൊണ്ടയിൽ അപ്പോഴും കുരുങ്ങി. ശബ്ദമില്ലാതെ, ശബ്ദിക്കാൻ കഴിയാതെ അവൾ ആ ശരീരത്തിലേക്ക് ഇഴഞ്ഞു. ആ അനക്കമറ്റ ശരീരത്തിൻ്റെ പാദം മുതൽ നെറുക വരെ അവളുടെ മിഴികൾ ഇഞ്ചോടിഞ്ച് അളന്നു നീങ്ങി. കഴുത്തുവരെ വെള്ളത്തുണി കൊണ്ട് മൂടിയിരിക്കുന്നു. ജീവൻ. അവളുടെ മിഴികൾ മോണിറ്ററിലേക്ക് നീങ്ങി. നിശ്ചലമല്ലത്. ചലനങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. ജീവചലനങ്ങൾ. പെട്ടെന്ന് ആ ശരീരത്തിൻ്റെ നെഞ്ചിടത്തോട് തൻ്റെ മുഖം ചായച്ചു. ചെവിയമർത്തി. ഉണ്ട്. ടിക് 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 ശബ്ദം. ഹൃദയമെടുപ്പ് നേർത്ത ശബ്ദത്തിൽ. ഈശ്വര, ജീവനുണ്ട്. തൻ്റെ അനിയത്തിക്ക് ജീവനുണ്ട്. മിത്ര ജീവിച്ചിരിക്കുന്നു. അതെ മാഡം, മാഡത്തിൻ്റെ അനിയത്തിക്ക് ഇപ്പോഴും ജീവനുണ്ട്. ജ്യോതീന്ദ്രൻ്റെ ശബ്ദം വൈഗ വീണ്ടും കേട്ടു. ഈ ചേച്ചിയുടെ പൊന്നുമോളെ. പൊട്ടിപ്പിളർന്നുള്ള ഒരു കരച്ചിലായിരുന്നു അത്. വൈഗ അപ്പോൾ ഒരു പോലീസ് ഓഫീസറായിരുന്നില്ല. അനിയത്തിയെ തിരിച്ചെടുക്കുന്ന ഒരു ചേച്ചി മാത്രമായിരുന്നു അവൾ. മിത്രയുടെ നെറ്റിയിൽ അവൾ അധരങ്ങൾ അമർത്തി. പിന്നെ കവിളിലും 100 മുത്തങ്ങൾ കൊടുക്കാനുള്ള ആർത്തിയോടെ അവൾ ഇരു കൈപ്പത്തികളും ആ കവിളുകളിലേക്ക് ചേർത്ത് പിടിച്ചു പൊതിഞ്ഞു. തഴുകിയും ഉമ്മ വെച്ചും വീണ്ടും വിളിച്ചു. മോളെ, ഈ ചേച്ചിയാടി, കണ്ണ് തുറക്കടി മോളെ. പക്ഷേ ആ കണ്ണുകൾ തുറക്കപ്പെട്ടില്ല. അനക്കവുമില്ല. വൈകിക്ക് ഭീതിയായി. അവൾ ആ മുഖത്ത് മെല്ലെ തട്ടി. മോളു, വിളി കേൾക്കടി. ഇല്ല, വിളി കേൾക്കലില്ല. മാഡം. പിന്നിൽ പെട്ടെന്നൊരു വിളി ശബ്ദം. വൈഗ മുഖം തിരിച്ചു. ICUവിലെ ഡ്യൂട്ടി സിസ്റ്റർ ജോളിയാണ്. വിളിക്കണ്ട മാഡം, ആ കുട്ടി വിളി കേൾക്കില്ല. അതെന്താ, സെഡേഷനിലാണോ? അല്ല, ആ കുട്ടിയെ ഇവിടെ അഡ്മിറ്റ് ചെയ്തപടിയാണ്. ഇതുവരെ ബോധം വീണ്ടും കിട്ടിയിട്ടില്ല. കണ്ണ് തുറന്നിട്ടില്ല. വാട്ട്? അതുകൊണ്ട് തന്നെ തട്ടി ഉണർത്താൻ ശ്രമിക്കണ്ട. ഈ അവസ്ഥയിൽ ശരീരം അനങ്ങുന്നത് അപകടവുമാണ്, ജോളി പറഞ്ഞു. ഏത് ഡോക്ടർ? ഡോക്ടർ ഹരിലാൽ. ഡോക്ടർ ഹരിലാൽ ഈ ഹോസ്പിറ്റലിലെ ഏറ്റവും വിദഗ്ധനായ ന്യൂറോളജിസ്റ്റാണ്. വൈകി കേട്ടിട്ടുണ്ട്. ആരാണ് ഇവിടെ കൊണ്ടുവന്നത്? അതെനിക്കറിയില്ല മാഡം. കള്ളം. വൈഗ ഗൗരവത്തിലായി. ഞാൻ പറഞ്ഞത് സത്യമാണ്. ഞാൻ മിനിഞ്ഞാന്ന് മുതലാണ് ഈ ICUവിൽ ഡ്യൂട്ടി ഏറ്റെടുത്തത്. ജോളി തുറന്നു. ആരാണ്ടും പേഷ്യൻറ്റിനെ കൊണ്ടുവന്നറിയാൻ കേസ് ഫയൽ എടുത്താൽ മതി. അത് മതി എന്ന് വൈകിക്കും തോന്നി. അവൾ വീണ്ടും മിത്രയുടെ മുഖത്തേക്ക് നോക്കി. വാടിക്കരിഞ്ഞ മുഖം. വൈഗ വീണ്ടും ആ മുഖത്തും കഴുത്തിലും തഴുകി. തൻ്റെ വിരൽത്തുമ്പിൻ്റെ സ്പർശനം. അത് മാത്രം മതി അനിയത്തി കണ്ണു തുറന്ന് ചാടി എഴുന്നേൽക്കാൻ എന്നവൾക്ക് തോന്നി. അവളെ ഇരു കൈകളിലും കോരിയെടുത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ചാൽ
അവളുടെ സർവ്വശക്തിയും വീണ്ടെടുത്ത് തന്നെ കെട്ടിപ്പുണരുമെന്ന് പോലും വൈകയ്ക്ക് തോന്നി. വൈക ഇരു കൈകളും നീട്ടി കോരിയെടുത്ത് നെഞ്ചോട് ചേർക്കാൻ തന്നെ. മാഡം പ്ലീസ്, ജോളി സൗമ്യമായി പറഞ്ഞു. ICUവിൽ ഇതിലധികം സമയം നിൽക്കാൻ പാടില്ലെന്ന് മാഡത്തിന് അറിയാമല്ലോ. പക്ഷേ എനിക്കിവിടെ വിട്ട് പുറത്തു പോകാൻ വയ്യ മിസ്റ്റർ. മിത്രയുടെ മുഖത്തു നിന്നും കണ്ണുകൾ പറിക്കാതെ വൈകി നിന്നു. മാഡം, സിസ്റ്റർ പറഞ്ഞതാണ് ശരി. മിത്രയുടെ രക്ഷയ്ക്ക് വേണ്ടിയെങ്കിലും മാഡം പിന്മാറണം. ജ്യോതീന്ദ്രൻ പറഞ്ഞു. ഞാൻ പിന്മാറണം മിത്രയുടെ രക്ഷയ്ക്ക് വേണ്ടി അല്ലേ? വൈക പിറുപിറുത്തു. കരൾ പിഴുതു പോകുന്ന വേദനയുണ്ടായി അവൾക്ക്. അവൾ രണ്ടടി പിന്നോക്കം വെച്ചു. മിത്ര, അവൾ രക്ഷപ്പെടണം. രക്ഷപ്പെട്ടേ മതിയാവും. അവളെ 10 മാസം ചുവന്നു പറ്റ അമ്മയ്ക്ക് വേണ്ടിയെങ്കിലും. അവൾ പിറുപിറുത്തു. വീണ്ടും പെട്ടെന്ന് അവൾ ഓർത്തു. അമ്മ. മിത്ര ജീവനോടെ ഉണ്ടെന്ന് അമ്മയോട് പറയണ്ടേ? അമ്മ അറിയണ്ടേ? അമ്മ ആശ്വസിക്കട്ടെ. ഒരു മകളെ ഓർത്തെങ്കിലും അച്ഛമ്മയും അറിയട്ടെ. ഒരു കൊച്ചുമകൾ കൂടി ജീവനോടെ ഈ ലോകത്തുണ്ടെന്ന്. വൈക വേഗം മൊബൈലെടുത്തു. ധൃതിയിൽ നമ്പർ സെർച്ച് ചെയ്തു. അമ്പാടിയിലെ നമ്പർ. അമ്മ ഉറങ്ങിയിട്ടുണ്ടാവില്ല. അച്ഛമ്മയും. തനിക്കായി രണ്ടാളും ഉറങ്ങാതിരിക്കും. അവരോട് പറയാനുള്ള വെമ്പലോടെ കോൾ ബട്ടൺ അമർത്താനൊരുങ്ങിയപ്പോൾ, മാഡം കോൾ ചെയ്യരുത് ആർക്കും. അത് ജ്യോതീന്ദ്രൻ്റെ ശബ്ദമായിരുന്നു. അതുവരെയുള്ള വിനയമായിരുന്നില്ല സ്വരത്തിൽ. നന്നേ ഗൗരവമുണ്ടായിരുന്നു. എനിക്ക് അമ്മയെ അറിയിക്കണം, വൈക പറഞ്ഞു. മാഡം പ്ലീസ്, അല്പസമയം കൂടി കഴിഞ്ഞിട്ട്, ജ്യോതീന്ദ്രൻ പറഞ്ഞു. ഗൗരവം വിട്ടയാൾ തൊഴുതു പിടിച്ചു. ആരെ രക്ഷിക്കാനാണോ താൻ സമയം നീട്ടുന്നത്? അഖിലിനെയോ? ഇല്ല, അവനെ ഞാൻ രക്ഷപ്പെടാൻ അനുവദിക്കില്ലടാ. വൈക ICU ആണെന്നത് മറന്ന് പൊട്ടിത്തെറിച്ചു. വൈക! ജ്യോതീന്ദ്രനെ മറികടന്ന് വേഗം കാർത്തിക് അവളെ കടന്നു പിടിച്ചു. വരൂ, ഇതിലധികം ടൈം ICUവിൽ നമ്മൾ നിന്നുകൂടാ. പറയുക മാത്രമല്ല, ഏതാണ്ട് ബലമായി തന്നെ അവളെ പുറത്തേക്ക് നയിക്കുകയും ചെയ്തു. പുറത്തെ ഭിത്തിയിലേക്ക് അള്ളിപ്പിടിച്ചവൾ നിന്നു. ഹൃദയം നുറങ്ങുന്ന നൊമ്പരത്തോടെ. അവളുടെ മിഴികൾ രണ്ടും പൊട്ടിയൊഴുകി. എടോ, താൻ കരയുന്നോ? കാർത്തിക കണ്ണീര് തൻ്റെ വിരൽ തുമ്പാൽ തുടച്ചെറിഞ്ഞു. സ്നേഹത്തോടെ ശാസിച്ചു. തൻ്റെ അനിയത്തി ജീവനോടെ ഉണ്ട്, കണ്ടില്ലേ? അപ്പോൾ സന്തോഷിക്കല്ലേ വേണ്ടത്? ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഓർത്തുപോയി കാർത്തിക്. ഹൃദയം വിണ്ടുകീറുന്ന കാര്യങ്ങൾ, വൈക പറഞ്ഞു. അമ്പാടിയെ തകർത്തുകൊണ്ട് മിത്ര ഗർഭിണിയാണെന്ന് അറിഞ്ഞത് മുതൽ. ശരിയാണ്, കാർത്തിക് സമ്മതിച്ചു. ആദ്യത്തെ വാർത്ത മിത്ര കാമുകൻ്റെ കൂടെ ഒളിച്ചോടിയെന്ന്. പിന്നെ അറിഞ്ഞു ആ കുട്ടിയെയും കാമുകനെയും തടയാൻ ചെന്ന ദയയെ ഇരുവരും കൂടി ചെന്ന് കൊന്നുവെന്ന്. വല്ലാത്തൊരു ക്രൂരമായ കുറ്റപ്പെടുത്തൽ. അതെ, വൈക മെല്ലെ പറഞ്ഞു. ഒടുവിൽ അവൾ കൊല്ലപ്പെട്ടു എന്നറിവ്. എത്ര വേദനയായിരുന്നു അത്! അതിന് പിന്നിൽ അച്ഛനാണെന്ന് സത്യം. ഞാൻ മൂലം അച്ഛൻ്റെ ആ അറസ്റ്റ്. ഇപ്പോഴും അച്ഛൻ അനുഭവിക്കുന്ന ജയിൽവാസം. അമ്മയുടെ മനസ്സിൽ വിഭ്രാന്തി നിറഞ്ഞ ദിവസങ്ങൾ. എല്ലാ സങ്കടങ്ങളും ഞാൻ ഒറ്റയ്ക്ക് ഈ നെഞ്ചിലേറ്റിയില്ലേ? അതൊന്നും ഒരു വേദനയല്ല കാർത്തിക്. കത്തിമുനയിൽ കൂർത്തതുപോലെ ഞാൻ പിടഞ്ഞത് അന്നാണ്. വൈകിയുടെ മിഴികളിൽ കടുത്ത വേദന നിഴലിച്ചു. ചീഞ്ഞളിഞ്ഞ് വികൃതമാക്കപ്പെട്ട, തിരിച്ചറിയാനാകാത്തൊരു ജഡം കിട്ടിയപ്പോൾ, അതെൻ്റെ ഈ അനിയത്തിയാണോ എന്ന് ഞാൻ നോക്കാൻ പോയപ്പോൾ, ഈശ്വര! പോസ്റ്റ്മോർട്ടം ചെയ്ത ആ ബോഡി അമ്പാടിയിലെ വീട്ടുവളപ്പിലേക്ക് കൊണ്ടുവരണ്ട എന്ന് താൻ തീരുമാനിച്ചപ്പോൾ ഞാനും അമ്പരന്ന് പോയി. പക്ഷെ തൻ്റെ ആ തീരുമാനമായിരുന്നു ശരിയല്ലേ? ആ തീരുമാനം ഞാൻ ബോധപൂർവം തന്നെ എടുത്തതാണ് കാർത്തിക്, വൈക പറഞ്ഞു. കാരണം തിരിച്ചറിയാനാവില്ലായിരുന്നെങ്കിലും എനിക്ക് തീർച്ചയുണ്ടായിരുന്നു ആ ബോഡി മിത്രയുടേതല്ലെന്ന്. റിയലി? അതെ കാർത്തിക്, എൻ്റെ മനസ്സ് അങ്ങനെ തന്നെ 100% തീർത്തു പറഞ്ഞു. എന്നാൽ അല്ലെന്ന് ഞാൻ അപ്പോൾ പറഞ്ഞ എന്തുകൊണ്ടല്ല എന്ന് വിശദീകരിക്കാനും എനിക്കാവില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ മൗനം പാലിച്ചത്. കാർത്തിക് കണ്ണുവയ്ക്കാതെ തൻ്റെ മുന്നിൽ നിൽക്കുന്ന സ്ത്രീ രൂപത്തെ നോക്കി. സ്വയം എരിഞ്ഞിട്ടായാലും എത്ര ബുദ്ധിപൂർവമാണ് ഇവൾ കുരുക്കൾ നീക്കുന്നത്. വൈക, അയാൾ വിളിച്ചു. താൻ സംശയിച്ചിരുന്നോ മിത്ര എങ്ങനെ ജീവനോടെ ഉണ്ടാകുമെന്ന്? എന്ന് ചോദിച്ചായില്ല. ജീവിച്ചിരിക്കുന്നു എന്നതിന് ഒരു തെളിവും കിട്ടിയിരുന്നില്ലല്ലോ. അതാണ് എനിക്കും അത്ഭുതം, കാർത്തിക് പറഞ്ഞു. ഇത്ര കയ്യെത്തും ദൂരത്ത്, ഇത്ര സേഫോടെ
മിത്ര ജീവനോടെ ഉണ്ടായിട്ടും ആരും അതറിഞ്ഞില്ല. നിങ്ങൾ പോലീസ് ഫോഴ്സ് പരിശ്രമിച്ചിട്ട് പോലും. രാജ്യത്തെ ഇൻ്റലിജൻസ് ബ്യൂറോയെ മുഴുവൻ വെട്ടിച്ച് വിഡ്ഢിയാക്കി ടെററിസ്റ്റുകൾ പലയിടത്തും വിജയം കൊയ്യുന്നില്ലേ? വൈഗ ചോദിച്ചു. നല്ല തലയുള്ള പക്ക ക്രിമിനലുകളുടെ ബുദ്ധി എല്ലാ ഫോഴ്സിനെയും വെല്ലുന്നതാണ്. അതുപോലാണോ ഇത്? ഇതിൻ്റെ പിന്നിലും ഒരു ബുദ്ധിയുള്ള ക്രിമിനൽ തന്നെ. യു മീൻ അഖിൽ? അതെ, എല്ലാറ്റിനും പിന്നിൽ അവനാണ്, അവൻ മാത്രം, അവൾ തറപ്പിച്ച് പറഞ്ഞു. അങ്ങനെ നീ അങ്ങ് ഉറപ്പിക്കാൻ വരട്ടെ. പെട്ടെന്ന് പ്രതാപൻ്റെ ശബ്ദം കേട്ടു പിന്നിൽ. റൂമിൻ്റെ വാതിക്കൽ വൈഗ വെട്ടിത്തിരിഞ്ഞു. അവളുടെ കണ്ണുകളിൽ തീയെരിഞ്ഞു. എങ്കിൽ പറയ്, അവനല്ലെങ്കിൽ പിന്നെ ആര്? അങ്കിള് തന്നെയാണോ? അവൾ ദേഷ്യപ്പെട്ടു. കാർത്തികിനെ കടന്ന് അവൾ വേഗം രേണുക കിടക്കുന്ന മുറിക്കുള്ളിലേക്ക് കയറി. പറയ്, നിങ്ങൾ തന്നെയാണോന്ന്? വൈഗയുടെ കണ്ണുകളിലെ തീ കണ്ട് പ്രതാപൻ പകച്ചുപോയി. കുഞ്ഞുനാളിൽ താൻ ഒക്കത്തെടുത്ത് കളിപ്പിച്ചിരുന്ന, ഇക്കിളിയിട്ട് കുടുകുടെ ചിരിപ്പിച്ചിരുന്ന പാവക്കുട്ടി കുഞ്ഞല്ല ഇപ്പോൾ മുമ്പിൽ നിൽക്കുന്നത്. അധികാരപ്പെട്ട IPS ഓഫീസറാണെന്ന് ഒരു ഉൾക്കിടലത്തോടെ അയാൾ അറിഞ്ഞു. ആരാ എൻ്റെ അനിയത്തി ഇത്തരത്തിലാക്കി ഇവിടെ കൊണ്ടുവന്നിട്ടത്? എന്തിനു വേണ്ടിയായിട്ട് നിങ്ങളത് ചെയ്തത്? മോളെ, മിണ്ടരുത് എന്നോട്. അവൾ അത്യന്തം ഗൗരവത്തിൽ ചൂണ്ടുവിരൽ തൻ്റെ ചുണ്ടമർത്തി വെച്ച് താക്കിയതുപോലെ. എന്നെപ്പോലൊരു മോള അപ്പുറത്ത് കിടക്കുന്നത്, ജീവനറ്റ ചിടം പോലെ. അവൾ പറഞ്ഞു. എങ്ങനെ തോന്നി നിങ്ങൾക്കിത്? അവളെ എങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ഒളിച്ചു കഴിക്കാൻ? എങ്ങനെ കഴിഞ്ഞു നിങ്ങൾക്ക് ഈ കണ്ണീരൊലിപ്പിച്ച് അമ്പാടിയിലേക്ക് കയറി വരാൻ? അമ്മയുടെ മുമ്പിൽ ഉളുപ്പില്ലാതെ നിൽക്കാൻ എങ്ങനെ കഴിഞ്ഞു? എങ്ങനെ കഴിഞ്ഞൂന്ന്? ചേട്ടനെ ഒന്നും ചെയ്യല്ലേ? അദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ല മോളെ. രേണുക വൈഗയുടെ കയ്യിൽ ബലമായി പിടിച്ചു. എങ്കിൽ പറയ്, ചെയ്തതാര്? ഞാൻ. പെട്ടെന്നാണ് വാതിക്കൽ നിന്ന് ആ ശബ്ദം കേട്ടത്. ഞാനാണ് ചെയ്തത്. വൈഗ സ്പ്രിങ് പോലെ വെട്ടിത്തിരിഞ്ഞു. വാതിക്കൽ ജ്യോതീന്ദ്രൻ്റെ ഒപ്പം നിൽക്കുന്നു അവൻ, അഖിൽ. എന്നെയല്ലേ വേണ്ടത്? ഞാനിവിടെയുണ്ട്. കയ്യും കെട്ടി കല്ല് പോലെ നിന്നുകൊണ്ടവൻ പറഞ്ഞു. 3/4 ജീൻസും ഷർട്ടുമായിരുന്നു അവൻ്റെ വേഷം. 4-5 ദിവസമായി ഷേവ് ചെയ്യാത്ത മുഖം, അലസമായി നെറ്റിയിലേക്ക് വീണ് കിടക്കുന്ന മുടി, പഴയ പ്രസരിപ്പും കുട്ടിത്തവും നിറഞ്ഞ മുഖത്തിന് പകരം വികാരങ്ങളില്ലാത്ത മുഖം. അവനെ കണ്ട ഒരു നിമിഷത്തെ സ്തംഭനാവസ്ഥ. അത് കഴിഞ്ഞ് വൈഗ അവൻ്റെ നേർക്ക് കുതിച്ചു. അതിനിടയിൽ തന്നെ അവൾ അതുവരെ തോളിൽ ഒതുക്കി പിടിച്ചിരുന്ന വാനിറ്റി ബാഗ് മിന്നലിൽ വേഗമെടുത്ത് അതിൻ്റെ സിബ്ബ് വലിച്ചു. ധൃതിപ്പെടണ്ട, അഖിൽ അതേപടി നിന്നുകൊണ്ട് പറഞ്ഞു. ഞാൻ ഓടിപ്പോകില്ല. കീഴടങ്ങാൻ തയ്യാറായിട്ട് തന്നെയാണ് വിളിച്ചു വരുത്തിയത്. ബാഗിൽ നിന്ന് സാവധാനം വിലങ്ങെടുത്താൽ മതി. ഞാൻ കൈ നീട്ടിത്തരാം. അഖിൽ ഇരു കൈകളും നീട്ടിപ്പിടിച്ചു. ഒരു സെക്കൻഡിനുള്ളിൽ വൈഗ അവൻ്റെ കൈകളിൽ വിലങ്ങിട്ട് കഴിഞ്ഞു. അയ്യോ എൻ്റെ മോനെ! രേണുക പാഞ്ഞു വന്നു. ചലിക്കാൻ പോലുമാകാതെ പ്രതാപൻ നിന്നു. മകനെ കൈവിലങ്ങോടുകൂടി കെട്ടിപ്പിടിച്ച് കരയുന്ന രേണുകയോട് അഖിൽ പറഞ്ഞു. കരയിലമ്മേ. സ്വന്തം മകനെ കയ്യിൽ വിലങ്ങിട്ട് കാണാൻ അമ്മയുടെ വിധിയെന്ന് കരുതിക്കോ. അത് പറഞ്ഞിട്ടവൻ വൈഗയ്ക്ക് നേരെ തിരിഞ്ഞു. അല്ലേ മേഡം? അതേടാ. പറച്ചിലിനൊപ്പം വൈഗയുടെ വലതുകരം ഉയർന്നു. സർവശക്തിയും സംഭരിച്ച് ആ കൈ അവൾ ആഞ്ഞു വീശി. അവൻ്റെ ഇരുകരണത്തും മാറി മാറി പതിഞ്ഞു. അയ്യ മോളെ, എൻ്റെ കുഞ്ഞിനെ തല്ലല്ലേ. തല്ലിയാൽ പോരാ. എൻ്റെ കുഞ്ഞിനെ തല്ലല്ലേന്ന്. തല്ലിയാൽ പോരാ. പ്രതാപൻ്റെ ശബ്ദം അമർന്നു. നിന്റെ ബാഗിൽ റിവോൾവർ ഉണ്ടെന്നറിയാം. എടുക്കടി അത്. എന്നിട്ട് എൻ്റെ കുഞ്ഞിനെ കൊല്ലടി. നിന്റെ കലി തീരട്ടെ. പ്രതാപൻ ചീറി. മിണ്ടിപ്പോകരുത്. വൈഗയുടെ കയ്യിൽ ഒരു നിമിഷം കൊണ്ട് റിവോൾവർ പ്രത്യക്ഷപ്പെട്ടു. അതവൾ അയാൾക്കു നേരെ നീട്ടി. രേണുകയുടെയും. ഇവനെയല്ല ഞാൻ കൊല്ലാൻ പോണത്. ഇവന് കൂട്ടുനിൽക്കുന്ന നിങ്ങളെയാണ്. അവരെനിക്ക് കൂട്ടുനിന്നില്ല. അഖില് പറഞ്ഞു. എല്ലാം ഞാൻ തനിച്ചാണ് ചെയ്തത്. ഓഹോ, അപ്പം ഇത്രയും ഇത്തരത്തിലാക്കി ഇവിടെ തള്ളിയത് നീ തനിച്ചാണല്ലോ? അതെ, ഞാൻ തനിച്ചാണ്. വൈഗ അവൻ്റെ ടീഷർട്ടിൽ കൂട്ടിപ്പിടിച്ച് ഒലച്ച് വലിച്ചെടുപ്പിച്ചു. അവൻ്റെ കണ്ണുകളിലേക്ക് തുറിച്ചു നോക്കി ചോദിച്ചു. പറയ്, എന്തിനാ നീ എൻ്റെ അനിയത്തിമാരോട് ഇത്രയ്ക്കും വലിയ ക്രൂരത ചെയ്തത്? അത് പതർച്ചയോടെ അഖിൽ ചുണ്ടനക്കി. അധ്യായം 45. പറയടാ, എന്തിനാ നീ ദയയെ കൊന്നത്? നിന്നോട് അവൾ എന്തോ തെറ്റ് ചെയ്തു?
കോപം കൊണ്ട് പടർന്ന ആളുകയായിരുന്നു വൈഖ. മിത്രയെ ഇത്തരത്തിലാക്കി നീ എവിടെയാണ് ഒളിപ്പിച്ചത്? നിനക്കറിയോ, ഇവളെ കൊന്ന കുറ്റത്തിനാണ് എൻ്റെ അച്ഛൻ ജയിലിൽ കഴിയുന്നത്. അറിയാം, അഖിൽ പിറുവിടുത്തു. നിന്നെ എൻ്റെ അച്ഛൻ കരുതിയതും സ്നേഹിച്ചതും അച്ഛന് ജനിക്കാതെ പോയ മകനായിട്ടാണ്. എന്നിട്ട് നീയോ ആ മനുഷ്യനെ ഇത്ര ക്രൂരമായിട്ട് എന്തിനെന്തി ദ്രോഹിച്ചു? അഖിൽ ഒരു നിമിഷത്തേക്ക് മിഴികൾ രണ്ടും പൂട്ടി. അവ തുറന്നപ്പോൾ എമുകൾക്കിടയിൽ നിന്നും ഓരോ തുള്ളി കണ്ണുനീർ അടർന്നു വീണു. ഞാൻ പറയുന്നത് മുഴുവൻ വൈകേച്ചി കേൾക്കണം. വാശിയും വീറും പോയിട്ട് ആർദ്രമായി അവൻ്റെ സ്വരം. വൈകേച്ചിയോ? നോ. ഷട്ടിൽ ബലമൂന്നി ഒന്നുകൂടി ഒലച്ച് അവനെ പിന്നേക്കം തള്ളി ഭിത്തിയിലേക്ക് ചേർത്തമർത്തിക്കൊണ്ട് അവൾ കനത്ത സ്വരത്തിൽ പറഞ്ഞു, നീ എന്നെ അങ്ങനെ വിളിക്കണ്ട. ദയാ കൊലക്കേസിൻ്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ. അങ്ങനെ കണ്ടാൽ മതി എന്നെ. അലിവിൻ്റെ തരിമ്പ് പോലും എന്നിൽ നിന്നും പ്രതീക്ഷിക്കണ്ട. ശരി, ധീരതയോടെ അഖിൽ സമ്മതിച്ചു. മുറിയിലുള്ള തൻ്റെ അച്ഛനെയും അമ്മയും അവൻ നോക്കി. വിങ്ങിപ്പൊട്ടുന്ന പാകത്തിലായിരുന്നു അവർ. മിത്രയെ ഞാൻ ഈ ഹോസ്പിറ്റലിൽ ഒളിപ്പിച്ചു. അത് സത്യമാണ്. അഖിൽ ശബ്ദം താഴ്ത്തി പതിയെ പറഞ്ഞു. അതെന്തിനാണെന്നാണ് എനിക്കറിയേണ്ടത്. വൈകച്ചീറി. ദയെ നീ കൊല്ലുന്നതും ഇത്ര കണ്ടു. ഉടനെ നീ അവളെയും? മേഡം, അഖിൽ ശബ്ദമുയർത്തി ഇടയിൽ കയറി. മേഡം ഇങ്ങനെ ഊഹിച്ച് വിഷമിക്കണ്ട. ഞാൻ പറയാം. എന്നാൽ പിന്നെ പറയടാ. മിത്രയെ ഞാൻ ഒളിപ്പിച്ചതും ദയയുടെ കൊലയുമൊക്കെ പറയുന്നതിന് മുമ്പ് എനിക്ക് മറ്റു ചിലതുകൂടി പറയാനുണ്ട്. അവൾ തുറച്ചു നോക്കി. ഞാൻ ബാംഗ്ലൂർ ഹോസ്പിറ്റലിൽ ഡ്യൂട്ടിയിലായിരുന്നപ്പോൾ. നോ. വൈക രോഷത്തോടെ ഇടയിൽ കയറി. നീ ഇങ്ങനെ കാട് കയറി വിസ്തരിക്കണ്ട. അവൾ ഭിത്തിക്കരികിൽ നിന്നും അവനെ വലിച്ചു പൊക്കി രേണുക കടന്നിരുന്ന ബെഡിലേക്കിട്ടു. അവിടെ ഇട്ടവനെ വലിച്ചൊഴിച്ചു. മിത്രയെ എവിടെ ഒളിപ്പിച്ചതെന്തിന്? അതിന് മാത്രം ആൻസർ പറയടാ. പറയാൻ. വിലങ്ങിട്ട കൈകളുമായി വൈകിയുടെ ശക്തമായ ഉലക്കലിൽപ്പെട്ട് ഉഴറുന്ന മകനെ കണ്ട് രേണുകയ്ക്ക് സഹിച്ചില്ല. അവൾ പാഞ്ഞു വന്ന് വൈകിയെ ബലമായി പിടിച്ചു മാറ്റി. അവളെ പിന്നോക്കം തള്ളിക്കൊണ്ടവർ ആക്രോശിച്ചു. എൻ്റെ മോനെ നീ ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യാൻ വരട്ടെ. ആദ്യം നീ അവൻ പറയുന്നത് കേൾക്ക്. എന്നിട്ട് മതിയെ നിൻ്റെ പോലീസ് മുറയും ശിക്ഷയും. രോഷം കൊണ്ടവർ തീയായി ജ്വലിച്ചു. ഓഹോ, രേണുകാൻ്റെയും പുലിയായോ? വൈക പുച്ഛിച്ചു. പുലിയായതല്ല വൈക, ഗൗരവത്തോടെ പ്രതാപനം പറഞ്ഞു. ചിലതൊക്കെ സംഭവിച്ചു പോയി. സംഭവിക്കാൻ പാടില്ലാത്തത് തന്നെ. അതിൻ്റെ പേരിൽ ഞങ്ങൾ ഒരുപാട് അനുഭവിച്ചു. വീട് പോലും ഉപേക്ഷിച്ചിറങ്ങിയിട്ട് ദിവസം കുറേയായി. എൻ്റെ മോളെപ്പോലും നീ വെറുതെ വിട്ടില്ല. അവളെ നീയും നിൻ്റെ പോലീസും കൂടി ലോക്കപ്പിലിട്ടു. എന്നിട്ട് കഴിയുന്നത്ര സമനില പാലിച്ചാണ് ഞങ്ങൾ നിൽക്കുന്നതെന്ന് നീ അറിയണം. വൈക പുച്ഛത്തോടെ പറഞ്ഞു. കുറ്റം ചെയ്യുന്നവൻ മാത്രമല്ല, അവൻ്റെ കുടുംബം മുഴുവൻ ശിക്ഷ അനുഭവിക്കും. അത് സ്വാഭാവികം. ഒരു കുറ്റത്തിൻ്റെ ശിക്ഷ കോടതി പോലും ലഘൂകരിക്കുന്നതും ഇരട്ടിയാക്കുന്നതും കുറ്റം ചെയ്ത സാഹചര്യം കണക്കിലെടുത്താണ്. പ്രതാപൻ വീണ്ടും പറഞ്ഞു. സിറ്റുവേഷൻ, അതിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് അവനെ തല്ലിച്ചതയ്ക്കാൻ നോക്കാതെ ആദ്യം അവൻ പറയുന്നത് നീ കേൾക്ക്. ശരി. വൈക അഖിലിൻ്റെ കണ്ണിന് നേർക്ക് വിരൽ ചൂണ്ടി. ആയിക്കോളൂ, എന്താ നിനക്ക് പറയാനുള്ള സിറ്റുവേഷൻ? കേൾക്കട്ടെ. ദയയോടും മിത്രയോടും നിനക്കുള്ള പകയും ദേഷ്യവും, അത് കേൾക്കട്ടെ. വാതുക്കൽ നിന്നിരുന്ന കാർത്തികും ചോദ്യന്ത്രനും കണ്ടു. ക്ഷോഭം അടക്കാനാവാതെ കൈകൾ കൂട്ടിത്തിരുമുന്ന വൈഖയുടെ ക്ഷമയില്ലായ്മ. ബാംഗ്ലൂരിൽ ഞാൻ ബെഡിൽ എണീറ്റിരുന്ന ദീർഘമായി നിശ്വസിച്ചുകൊണ്ട് അഖിൽ പറയാൻ തുനിഞ്ഞതും വൈക പിന്നെയും ഇടയ്ക്ക് കയറി. ബാംഗ്ലൂരിൽ നീ ഹോസ്പിറ്റലിൽ പ്രാക്ടീസ് ചെയ്യുന്നതിനിടെ അവൻ വിളിച്ചു അല്ലേ? മെഡിക്കൽ കോളേജിൽ ദയക്കൊപ്പം പഠിച്ച ആ വരുൺ ദേവ്. എന്നിട്ട് ദയയ്ക്ക് വേറെ അഫെയർ ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ? അതെ, അഖിൽ സമ്മതിച്ചു. പക്ഷെ എന്നെ വിളിച്ചതും പറഞ്ഞതും അവനല്ല. പിന്നെ ദയയുടെ 2 ഫ്രണ്ട്സ്. ആര്? സോണിയയും വിൻസിയും. വൈകക്കറിയാം അവരെ രണ്ടാളെയും. ദയയുടെ സൗഹൃദ വലയത്തിൽപ്പെട്ടവരാണ്. ദയക്കൊപ്പം അമ്പാടിയിൽ വന്നിട്ടുണ്ട്. അവരെന്ത് പറഞ്ഞു? ദയയുടെ പോക്ക് ശരിയില്ലെന്നും വരുൺ ദേവുമായി കറക്കത്തിലാണെന്ന്. അവൾ അവൻ്റെ വീട്ടിൽ അന്തി ഉറങ്ങിയിട്ടുണ്ടെന്ന്. കോളേജിൽ അവർ രണ്ടാളെയും കുറിച്ച് മോശമായ പറച്ചിലുണ്ടെന്ന്. ദയയെ സൂക്ഷിക്കണമെന്ന്. നീ അത് വിശ്വസിച്ചു അല്ലേടാ? വൈക പൊട്ടിത്തെറിച്ചു. അവളെ കൊന്നുകളയാൻ തോന്നുന്നത്ര വെറുത്തു അല്ലേടാ? വൈകയ്ക്ക്
അമർഷം ഒതുക്കാനാവുന്നില്ല. പിച്ച വെച്ച നാൾ മുതൽ നീ അവളെ കാണുന്നതല്ലടാ. വയസ്സറിയിച്ച നാളിലെന്നു തന്നെ വീട്ടുകാർ തമ്മിൽ നിങ്ങളുടെ വിവാഹം ഉറപ്പിച്ചു. എന്നിട്ടും ആരോ എന്തോ വിളിച്ചു പറഞ്ഞപ്പോൾ നീ അതങ്ങ് വെള്ളം തൊടാതെ വിഴുങ്ങിക്കളഞ്ഞു അല്ലേടാ. എൻ്റെ പെണ്ണാണവൾ, എൻ്റെ മാത്രം. ആ വിശ്വാസം എൻ്റെ നെഞ്ചിൽ അടിയുറച്ചു പോയതാണ്. പക്ഷേ പെട്ടെന്ന് വിശ്വസിക്കത്തക്ക രീതിയിൽ ഇങ്ങനൊന്ന് കേട്ടാൽ ആരും പതറിപ്പോവും. അഖിലിൻ്റെ ശബ്ദത്തിൽ സങ്കടത്തിൻ്റെ പതർച്ചയും കണ്ണുകളിൽ നൊമ്പരത്തിൻ്റെ നനവും ഉണ്ടായിരുന്നു. പക്ഷെ ഞാനത് അപ്പാടെ തള്ളിക്കളയുകയും ചെയ്തു. കാരണം മാഡം പറഞ്ഞതുപോലെ എനിക്ക് അവളെ അറിയാം. ഹൃദയത്തിൻ്റെ ഓരോ അറയിലും അവളുടെ ചലനങ്ങളും സ്പന്ദനങ്ങളും ഉണ്ട്. ആ സ്പന്ദനം പോലും എനിക്ക് വേണ്ടിയുള്ളതാണെന്ന് ഞാൻ അറിയുന്നു. അതുകൊണ്ട് തന്നെ ഞാനത് അർഹിക്കുന്ന അവഗണനയോടെ തട്ടിമാറ്റി. അതോടെ ആക്രമണം എൻ്റെ വീട്ടിലേക്കായി. വീട്ടിലേക്കോ? അതെ. മകൻ വിവാഹം ചെയ്യുന്ന പെണ്ണിനെക്കുറിച്ച് അച്ഛനോടും അമ്മയോടും അനാവശ്യങ്ങൾ പറഞ്ഞു. വിശ്വസിപ്പിച്ച് വിവാഹം മുടക്കാൻ നോക്കുക. വൈഗ രേണുകയുടെ നേർക്ക് തിരിഞ്ഞു. അഖിൽ പറഞ്ഞത് സത്യമാണോ എന്ന മട്ടിൽ. സത്യം, രേണുക പറഞ്ഞു. ദയക്കുട്ടി ജനിച്ചു വീണപ്പോൾ മുതൽ എൻ്റെ കൺമുമ്പിലാണ് വളർന്നത്. എന്നാലും അവളുടെ കൂട്ടുകാരികൾ തന്നെ തെളിവ് സഹിതം പറഞ്ഞപ്പോൾ എന്തു തെളിവ്? മൊബൈലിൽ കുറേ ഫോട്ടോകൾ. ഫോട്ടോകളോ? അതെ, ദയയും വരുണും കൂടി ഒരുമിച്ച് നിൽക്കുന്നതും കെട്ടിപ്പിടിക്കുന്നതും മറ്റും. രേണുക മ്ലാനതയോടെ പറഞ്ഞു. അവർക്ക് അഖിലിനെ വിട്ട് മറ്റൊരുത്തിനെ സ്നേഹിക്കാനാവുമെന്ന് ഞാനിപ്പോഴും വിശ്വസിക്കുന്നില്ല. എന്നാലും പെൺകുട്ടികളല്ലേ, പ്രായം വല്ലാത്തതും. എന്തേലും ദുർബുദ്ധി തോന്നിപ്പോയാലോ? ആ വിഷമം ഞങ്ങൾക്കുണ്ടായി. അതുകൊണ്ട് അറിഞ്ഞ വിവരം മോനെ അറിയിക്കുന്നതാണ് നല്ലതെന്ന് തോന്നി. പക്ഷേ ഞങ്ങൾ പറയും മുമ്പേ അവനും എല്ലാം അറിഞ്ഞിരുന്നു. നിങ്ങൾ എന്തുകൊണ്ട് വിവരം അമ്പാടിയിൽ അറിയിച്ചില്ല? വൈഗ കർക്കശമായി. അവൾക്ക് അച്ഛനുണ്ട്, അമ്മയുണ്ട്, ഞാനുണ്ട്. എന്തുകൊണ്ട് നിങ്ങൾ അറിഞ്ഞ വിവരം ഞങ്ങളോട് പറഞ്ഞില്ല? മനഃപൂർവ്വം മറച്ചതല്ല മോളെ, പ്രതാപൻ പറഞ്ഞു. പറയാൻ ഒരുങ്ങിയതുമാണ്. പക്ഷേ ഇവൻ തടഞ്ഞു. അതെന്താ? അമ്പാടി മറുപടി പറഞ്ഞത് അഖിലാണ്. ദീപ്തമായിരുന്നു അവൻ്റെ മുഖം. അതൊരു വീടല്ല, ദേവാലയമാണെന്നേ എന്നും ഞാൻ കരുതിയിട്ടുള്ളൂ. അത്രയേറെ സ്നേഹവും സന്തോഷവും ആദരവും നിറഞ്ഞതാണ് ആ വീടും അതിനുള്ളിലുള്ളവരും. പരസ്പരം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഭാര്യയും ഭർത്താവും മക്കളും, സ്നേഹവും വാത്സല്യവും കോരിച്ചെറിയുന്ന മുത്തശ്ശിയും, ചുഴികളില്ലാത്ത നിശ്ചലമായ ഒരു തീർത്ഥക്കുളം. അതിലിറങ്ങിയാൽ, മുങ്ങിയാൽ സായോജ്യം. തൻ്റെ വീടിനെക്കുറിച്ച് അഖില് പറയുന്നത് കേട്ടപ്പോൾ വൈകിക്ക് നെഞ്ചിനുള്ളിൽ 1000 മുള്ള് ഒരുമിച്ച് തറച്ചു കയറുന്ന വേദന തോന്നി. ആ ദേവാലയം പോലുള്ള അമ്പാടിയുടെ ഇന്നത്തെ അവസ്ഥയോ? ഒരാളിൻ്റെയോ ഒരു വീടിൻ്റെയോ സ്ഥിതി മാറാൻ ഒരു സെക്കൻഡ് മതി. ഒരു സെക്കൻഡ്. നിശ്ചലമായ ആ തീർത്ഥക്കുളത്തിലേക്ക് ആഞ്ഞൊരു കല്ല് വീണാൽ വൻ ചുഴിയോ സുനാമിയോ പെട്ടെന്നുണ്ടാകും. സത്യം, ഞാൻ ആ പൊട്ടിത്തെറിയെ ഭയന്നു. അമ്പാടിയിലുള്ളവർ അറിയും മുമ്പ് എനിക്ക് സത്യം അറിയണം. അതെൻ്റെ മാത്രം തീരുമാനമായിരുന്നു. അഖില് തുടർന്നു. എൻ്റെ വീട്ടിലും കൂടി വിവരമറിയിച്ച സ്ഥിതിക്ക് എന്തോ പ്രോബ്ലം ഉണ്ടെന്ന് തന്നെ എനിക്ക് തോന്നി. സംഗതി കളിയല്ലെന്ന്. ഞങ്ങളോട് സംസാരിച്ചത് ദയയുടെയും വരുണിൻ്റെയും ഗുഡ് ഫ്രണ്ട്സാണ്. പക്ഷേ എനിക്ക് സത്യം അറിയേണ്ടത് അവരിൽ നിന്നായിരുന്നില്ല. നേരിട്ട് വരുണിൽ നിന്നും വന്നതുപോലെ ദയയിൽ നിന്നും. ദീർഘമായി ഒന്ന് നിശ്വസിച്ചിട്ട് അഖില് പറഞ്ഞു. എൻ്റെ ആ തീരുമാനം, അത് ഞാനെടുത്തത് ഏതോ ശപിക്കപ്പെട്ട നിമിഷത്തിലാണ്. അതാണ് ഞാനിന്ന് ഇവിടെ കൈവിലങ്ങുമായിട്ടിരിക്കാൻ കാരണം. നീ കാട് കയറണ്ട. വൈഗ ഗൗരവപ്പെട്ടു. കാര്യത്തിലേക്ക് വാടാ. ഞാൻ വരുണിൻ്റെ നമ്പറിലേക്ക് വിളിച്ചു. പലതവണ വിളിച്ചിട്ടും അവൻ അറ്റൻഡ് ചെയ്തില്ല. അവസാനം ഞാൻ അവൻ്റെ ഹോസ്റ്റലിലേക്ക് വിളിച്ചു. അവൻ സ്ഥലത്തില്ലായിരുന്നെന്നായിരുന്നു മറുപടി. എനിക്കവനെ കിട്ടിയേ തീരൂ. ഇക്കാര്യത്തിൽ അവനെന്ത് പറയാനുണ്ട് എന്നാണ് എനിക്ക് ആദ്യം അറിയേണ്ടത്. അവൻ മനഃപൂർവ്വം നിൻ്റെ കോള് അറ്റൻഡ് ചെയ്യാതിരുന്നതാണ്, വൈഗ പറഞ്ഞു. അതെ, അവൻ തുറന്നു. എല്ലാം പ്ലാൻ ചെയ്താണ് അവർ കളിച്ചത്. ശരിക്കും ഒരു ക്രിമിനലിൻ്റെ കളി തന്നെ. അതാണ് അവൻ ഫോൺ അറ്റൻഡ് ചെയ്യാതിരുന്നത്. പക്ഷെ പിന്മാറാൻ തയ്യാറായിരുന്നില്ല ഞാൻ. ഒടുവിൽ അവൻ എൻ്റെ കോൾ എടുത്തു. അപ്പോൾ രാത്രി 10:30 മണി.
അവൻ എന്ത് പറഞ്ഞു? ഞാൻ എന്നെ പരിചയപ്പെടുത്തി. ബാംഗ്ലൂരിൽ നിന്നും വിളിക്കുന്നു എന്നും പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു ആലപ്പുഴയിലെ ഒരു റിസോർട്ടിലാണെന്ന്. പിന്നെ തിരക്കുണ്ട്, ഇപ്പോൾ സംസാരിക്കാൻ പറ്റില്ല, നിങ്ങൾ നാളെ വിളിക്കുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞ് അസഹതയോടെ കോള് കട്ടാക്കി. പക്ഷെ ഞാൻ വിട്ടില്ല. വീണ്ടും വീണ്ടും വിളിച്ചു. തിരക്കുണ്ടെന്ന് പറഞ്ഞെങ്കിലും അവൻ മൊബൈൽ ഓഫാക്കിയിരുന്നില്ല. ഇതൊരു ശല്യമായല്ലോ എന്ന് പറഞ്ഞ് കുറേ നേരം കഴിഞ്ഞപ്പോൾ അവൻ കോൾ അറ്റൻഡ് ചെയ്തു. ഇഷ്ടമില്ലാത്ത രീതിയിൽ. തനിക്ക് എന്താണോ വേണ്ടത് എന്ന് ചോദിച്ചവൻ ചീറി. എനിക്കറിയണം നീയും ദയയുമായി എന്ത് ബന്ധമാണെന്ന് ഞാനും കയർത്തു. ഏതു ദയ? ദയ നീ അറിയില്ലേ, നിന്റെ ക്ലാസ്മേറ്റ് എന്ന് ചോദിച്ചു. ഓ അവളോ? അലക്ഷ്യമായി അവൻ ചോദിച്ചു. ഷീ ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്, ദാറ്റ്സ് ഓൾ. പിന്നെ നിന്റെ ഫ്രണ്ട് എന്നെ വിളിച്ചു പറഞ്ഞതോ? ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് കാമുകിയുടെ ചാരിത്രശുദ്ധിക്ക് തെളിവ് തേടുന്ന നാണം കെട്ട നിന്നോട് ഞാൻ എന്നാ പറയാനാ? അവൻ പുച്ഛിച്ചു. വരുൺ, നീ ഒഴിഞ്ഞു മാറണ്ട, ഒളിക്കുകയും വേണ്ട. എനിക്ക് സത്യം അറിയണം. പറഞ്ഞില്ലെങ്കിൽ ഞാൻ അവിടെ വരും. നിന്റെ നാവിൽ നിന്നും തന്നെ എനിക്ക് സത്യം കേൾക്കണം. നീ വാടാ, വന്നിട്ട് പറയാം. ഇപ്പം നീ ഫോൺ ഓഫ് ചെയ്തിട്ട് കിടന്നുറങ്ങടാ, ശല്യപ്പെടുത്താതെ. നോൺസെൻസ്. മൊബൈൽ ഫോൺ അവൻ വലിച്ചെറിഞ്ഞെന്ന് തോന്നി. പക്ഷേ തിടുക്കത്തിലായിട്ടാവും കോൾ മുറിഞ്ഞിരുന്നില്ല. അവൻ തുടർന്ന് പറഞ്ഞ വാക്കുകൾ എൻ്റെ ചെവിയിലെത്തി. വെറുപ്പ് നിറഞ്ഞ ശബ്ദം. നാശങ്ങൾ. വിളിക്കാൻ കണ്ട നേരം. എൻ്റെ മൂഡ് പോയി. ഞാൻ എൻ്റെ മൊബൈൽ ഓഫ് ചെയ്യാനായി ബട്ടൺ വിരലിൽ ചേർക്കുകയായിരുന്നു. അപ്പോഴാണ് ആ മുറിയിൽ തന്നെയുള്ള മറ്റൊരാളുടെ ശബ്ദം വരുണിൻ്റെ ഓഫ് ചെയ്യാതിരുന്ന മൊബൈലിലൂടെ എൻ്റെ കാതിലെത്തിയത്. ആരാത് പിന്നെയും വിളിച്ചിങ്ങനെ ശല്യപ്പെടുത്തുന്നത്? എൻ്റെ നെഞ്ചിനുള്ളിലേക്ക് ഒരു വലിയ വടിവാൾപ്പിടി വരെ ആഴ്ന്നിറങ്ങിയതുപോലെ മിന്നൽ വേദനയായിരുന്നു ആ ശബ്ദം. ഇത്രയും പറഞ്ഞിട്ട് അഖിലൊന്ന് കിതച്ചു. ആരായിരുന്നു അവൻ്റെ മുറിയിലുണ്ടായിരുന്നത്? വൈക ഉദ്യോഗത്തോടെ ചോദിച്ചു. മാഡം തന്നെ പറയണം. അഖിൽ തൻ്റെ മൊബൈലിൽ ഫീഡ് ചെയ്തിരുന്ന ആ സൗണ്ട് ക്ലിപ്പ് ഓണാക്കി. അതിൽ നിന്നും കേട്ട ശബ്ദം തിരിച്ചറിഞ്ഞ ആദ്യ സെക്കൻഡിൽ തന്നെ വൈക ഞെട്ടിപ്പോയി. അത് അവളുടെ കുഞ്ഞനിയെത്തി ദയയുടെ ശബ്ദമായിരുന്നു. വളർന്നുവെങ്കിലും ഫോണിലൂടെ കേൾക്കുമ്പോൾ ചെറിയ കുട്ടിയുടേതാണെന്ന് തോന്നിക്കുന്ന അതേ കിളിക്കൊഞ്ചൽ. രാത്രി 10:30 ശേഷം വരുൺ ദേവ് താമസിക്കുന്ന റിസോർട്ടിൻ്റെ റൂമിൽ അവനൊപ്പം ദയ. ഒരു അന്യപുരുഷൻ്റെ കൂടെ തൻ്റെ അനിയത്തി. വൈക പകച്ച് അഖിലിൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ്റെ മുഖം കനത്തിരിക്കുന്നു. ജ്യോതീന്ദ്രനും കാർത്തികും പരസ്പരം നോക്കി. വൈകയുടെ മുഖത്ത് പകർപ്പ് കാർത്തികിലും അമ്പരപ്പുണ്ടാക്കി. ഇത് ദയയുടെ ശബ്ദം തന്നെയാണെന്ന് നിനക്ക് ബോധ്യപ്പെട്ടല്ലോ അല്ലേ മോളെ? പ്രതാപൻ ചോദിച്ചു. വൈക അയാൾക്കു നേരെ മുഖം തിരിച്ചു. നിസ്സഹായത, കുറ്റബോധമോ എന്തൊക്കെയോ. അങ്ങനെ അവൾ തലയാട്ടി. ബോധ്യപ്പെട്ടുവെന്ന്. ഒരന്യപുരുഷൻ്റെ കൂടെ രാത്രിയിൽ കഴിച്ചു കൂട്ടുന്ന അനിയത്തിയുടെ ശബ്ദം തിരിച്ചറിഞ്ഞപ്പോഴേ മാഡം വല്ലാതെ ഡെസ്പായല്ലോ, അഖിൽ പറഞ്ഞു. അത് പരിഹാസത്തിൻ്റെ സ്വരമായിരുന്നു, ഒപ്പം വേദനിക്കുന്ന സ്വരവും. വൈക മിഴികളുയർത്തി അവനെ നോക്കി. എങ്കിൽ മാഡം ആ സംഭാഷണത്തിൻ്റെ വാക്കി കൂടി കേൾക്കണം. അത് കേട്ടാലേ മാഡത്തിൻ്റെ തീരുമാനം ഉരുക്കുപോലെ ഉറച്ചതാകും. അഖിൽ അത്രയും പറഞ്ഞിട്ട് മൊബൈലിലെ ആ സൗണ്ട് ക്ലിപ്പ് വീണ്ടും എടുത്തു. അതിദ്രുതമായ നെഞ്ചടിപ്പോടെ വൈക കാതുകൂർപ്പിച്ചു. അധ്യായം 46. അവനാ നിന്റെ കിഴങ്ങൻ ഡോക്ടർ, ബാംഗ്ലൂരിൽ നിന്ന്. അവന് സത്യം അറിഞ്ഞേ തീരുന്നു. വരുണിൻ്റെ പരിഹാസം നിറഞ്ഞ അസഹ്യ സ്വരം കേട്ട് വൈക അഖിലിൻ്റെ മൊബൈലിൽ നിന്നും തുറന്നു കേട്ടു. ഈശ്വര. ദയയുടെ ഭയം നിറഞ്ഞ സ്വരം. ആ സ്വരത്തിൽ വിറയലുണ്ടായിരുന്നു. നമ്മുടെ ഫ്രണ്ട്സിനെ വിട്ട് നമ്മൾ പറയിച്ചതെന്ന് അവനത്ര വിശ്വാസമില്ല. ഞാൻ നേരിട്ട് പറയണമെന്ന്. വരുണിന് അമർഷം. എന്നിട്ട് നീ എന്തെങ്കിലും വിട്ടു പറഞ്ഞൂടാ? ദയയ്ക്ക് ആശങ്ക. എൻ്റെ ചക്കരെ. വരുണിൻ്റെ പ്രേമം തുളുമ്പുന്ന വിളി. കാതരമായ സ്വരം. ഒരു ചുംബനത്തിൻ്റെ സീൽക്കാര ശബ്ദം. ഞാനങ്ങനെ എന്തെങ്കിലും വിട്ടു പറയോടേ? അത് നിൻ്റെ ആ ബുഡ്വി ചോദിച്ചാ? അവനെൻ്റെ 1ാം നമ്പർ ശത്രുവല്ലേ?
ഒരു മൗനത്തിൻ്റെ ഇടവേള. നീ എന്താ മിണ്ടാത്തത്? ഏയ് ഒന്നുമില്ല. ദയ, വരുണിൻ്റെ സ്വരത്തിൽ ഗൗരവം നിറഞ്ഞു. നിന്നോട് ഞാൻ എത്ര പറഞ്ഞു ആ ശല്യം അങ്ങ് തീർക്കാൻ? ഞാൻ അങ്ങനെ തീർക്കാനാടാ? എനിക്കറിയില്ല. ദയയ്ക്ക് നിസ്സഹായത. നിനക്കവനെ വേണ്ട, അത് തുറന്നു പറയണം. ദാറ്റ്സ് ഓൾ. വരുണിന് കോപം. ഒരു പൊട്ടിത്തെറി. അതെന്നായാലും ഉണ്ടാകും. നമ്മളത് പ്രതീക്ഷിച്ചിരിക്കണം. അതിനെ ഓവർകം ചെയ്യണം. ആർ യു റെഡി? മൗനം. യെസ് ഓർ നോ. ഇപ്പോൾ തീരുമാനിക്കണം. എന്നിട്ടേ ഇനി നമ്മുടെ റിലേഷൻ മുന്നോട്ടുള്ളൂ. 2 വെള്ളത്തിൽ കാലൂന്നിക്കൊണ്ടുള്ള നിൻ്റെ ഈ കളി ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. വരുൺ, നിനക്കങ്ങനെ പറയാം, പക്ഷെ എനിക്ക് കഴിയില്ല. നിൻ്റെ അമ്മയും അച്ഛനെ പോലെയല്ല എൻ്റെ അമ്മയും അച്ഛനും. അവർ സങ്കടപ്പെടും. അക്കിയെ കൈവിടാൻ അവർ സമ്മതിക്കില്ല. അക്കി അവർക്ക് സ്വന്തം മോൻ തന്നെയാണ്. ദയ കേഴുന്നു. എൻ്റെ ഇച്ചേച്ചി എങ്ങനെ ഇതറിഞ്ഞാണ്ടല്ലോ. എന്താ ഉണ്ടാകാന്ന് പോലും എനിക്ക് ഊഹിക്കാൻ പറ്റില്ല. വൈഗ അഖിലിനെ നേർക്കൊന്ന് നോക്കി. അവൻ്റെ ശ്രദ്ധ മൊബൈലിൽ മാത്രമായിരുന്നു. ഓ, നിൻ്റെ IPS ഇച്ചേച്ചി എന്തു ചെയ്യാനാ? നീ മേജറായൊരു പെണ്ണ്. ഒരാണിനെ ഇഷ്ടപ്പെടാനും സ്വീകരിക്കാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. അല്ലാണ്ട് അവർ നിന്നെ തൂക്കിലിടാനൊന്നും പോണില്ല. അതല്ലടാ. പിന്നെ? ദയയ്ക്ക് മൗനം. ആകട്ടെ, നിനക്കിനി അവൻ്റെ കൂടെ ജീവിക്കാൻ പറ്റുമോ? ഇല്ല. നിനക്കിനി ഞാനില്ലാതെ ജീവിക്കാൻ പറ്റുമോ? ഇല്ല. നീ ഇല്ലാതെ എനിക്കാവില്ല വരുൺ. ഉറച്ചതായിരുന്നു അവളുടെ സ്വരം. അല്ലെങ്കിലും അവനേക്കാൾ എന്താണ് ഇത് എനിക്കൊരു കുറവുണ്ട്. പിന്നെ നീ വിളിക്കുമ്പോഴൊക്കെ ഞാനിങ്ങനെ ആരും അറിയാതെ വരുമോ? പിന്നെ എന്താടാ നിൻ്റെ പ്രശ്നം? അത് എനിക്ക് അക്കിയേട്ടനെ പേടിയാണ്. ഇപ്പോൾ പുല്ല്. അവനെ നീ എന്തിനാ പേടിക്കുന്നത്? നമ്മൾ തമ്മിലുള്ള അടുപ്പവും ഞാനിങ്ങനെ ഇടയ്ക്കിടെ നിന്നോടൊപ്പം താമസിക്കുന്നുണ്ടെന്നും വിവരം അക്കി എങ്ങനെ അറിഞ്ഞാണ്ടല്ലോ. അറിഞ്ഞാലവൻ എന്തു ചെയ്യാനാ? 3 തരം. അക്കി എന്നെ കൊന്നുകളയും. അവനെ കൊല്ലാൻ വേണ്ടി നിന്നെ ഞാൻ വിട്ടുകൊടുത്തിട്ട് വേണ്ടേ? ഇല്ല, നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. എനിക്ക് വേണോടാ നിന്നെ? പ്രണയ പാരവശ്യത്തിൻ്റെ സ്വരം. ദയയിൽ നിന്നും മിക്കിളി പൊട്ടുന്ന ഒരു സീൽക്കാരം. സൗണ്ട് ക്ലിപ്പ് തീർന്നു. കൊല്ലണം അവളെ. തീക്കട്ട പോലെ ചുവന്ന മുഖത്തോടെ വൈക പൊട്ടിത്തെറിച്ചു. നീ ചെയ്യേണ്ടതേ ചെയ്തുള്ളൂ. അഖിലിൻ്റെ മുഖത്ത് അമ്പരപ്പോ ആശ്വാസമോ ഇല്ല. അത് നീതി. പക്ഷെ നിയമത്തിന് മുമ്പിലേ നീ ഇനി കുറ്റവാളിയാകുന്നുള്ളൂ. വൈക, കൂൾ ഡൗൺ വൈക. കാർത്തിക് അവളുടെ തോളിൽ നിന്ന് തൊട്ടു. കാർത്തിക്. അവൾ. ദയ. തളിര് പോലെ ഒരു പാവമെന്ന് ഞാൻ കരുതി. തുളസീതളം പോലെ ശുദ്ധമെന്ന് കരുതി. എന്നിട്ട് ഞാൻ കേട്ടതാ. പഠിക്കാനെന്ന് പറഞ്ഞു പോയിട്ട് കണ്ടവൻ്റെ കൂടെ റിസോർട്ടിലും മറ്റും അഴിഞ്ഞാടിയിട്ട്. ഛേ മേഡം. അഖിലിൻ്റെ മുഖത്ത് ശബ്ദമില്ലാത്തൊരു ചിരിയുണ്ടായി. പരിഹാസത്തിൻ്റെ. ഇത് കേട്ട് മേഡം അവളെ ചീത്ത പറയുന്നു, ശപിക്കുന്നു. പക്ഷേ ഈ കേട്ട ശബ്ദം അവളുടേതായിട്ട് പോലും എനിക്കത് സത്യമൊന്നും വിശ്വസിക്കാനായില്ല. വിശ്വസിക്കാതെ പിന്നെ? കാർത്തിക് ചോദിച്ചു. എൻ്റെ നെഞ്ചിനുള്ളിൽ ഞാൻ സൂക്ഷിക്കുന്ന അവളുടെ വിഗ്രഹം, അതിന് ജീവനുണ്ട്. അവളുടെ ജീവൻ എൻ്റെ നെഞ്ചിലിരിക്കെ അവൾക്ക് എങ്ങനെ എന്നെ ചതിക്കാനാവും? അഖിൽ ചോദിച്ചു. ഇല്ല, എന്നെ അഥവാ ഉപേക്ഷിച്ചാൽ പോലും ഞാൻ അറിയുന്ന എൻ്റെ ദയയ്ക്ക് ഒരിക്കലും ഇങ്ങനെ ഒരുത്തിൻ്റെ കൂടെ റിസോർട്ടിൽ പോകാനാവില്ല. അതെൻ്റെ പരിപൂർണ്ണ വിശ്വാസമാണ്. അപ്പോൾ നമ്മൾ കേട്ടതൊക്കെയോ? വൈക ചോദിച്ചു. കാറ്റു ചെടിയെ ചതിച്ചിട്ടില്ല, പൂവ് പൊഴിയുന്നത്, അവൻ പറഞ്ഞു. ആത്മവിശ്വാസം സ്മരിക്കുന്ന ആ വാക്കുകൾ അവളുടെ ഹൃദയത്തിൽ കൊണ്ടു. എന്നിലെ ആ വിശ്വാസം എൻ്റെ കരളിനെ അള്ളിപ്പിടിച്ചു, തലച്ചോറിനെ കുത്തി ഉണർത്തി. ദയയുടെ നമ്പറിൽ ഒരു വെൽ. അവൾ റിസോർട്ടിൽ വരുണിൻ്റെ കരവലയത്തിലോ ബെഡിലോ ആണെങ്കിൽ തീർച്ച അവൾ മൊബൈൽ ഓഫ് ചെയ്ത് വെച്ചിരിക്കും. അഥവാ ഓഫ് ചെയ്ത് വെച്ചില്ലെങ്കിൽ എൻ്റെ നമ്പർ കണ്ട അവൾ എടുക്കാൻ ഭയക്കും, കോൾ അറ്റൻഡ് ചെയ്യില്ല. ആ തീർച്ചയോടെ ഞാൻ അവളുടെ നമ്പറിലേക്ക് വിളിച്ചു. ആദ്യത്തെ ബെല്ലിൻ്റെ ആദ്യ മൂമെൻറ്റിൽ തന്നെ അവൾ കോൾ അറ്റൻഡ് ചെയ്തു. അക്കൂട്ടാ. തികച്ചും സ്വകാര്യതയോടെ അവളുടെ സ്വരം കാതിലലച്ചു. നീ എന്താ ഇതുവരെ ഉറങ്ങാത്തത്? എന്നെ ഓർത്ത് കിടക്കുക? അതോ ഹോസ്പിറ്റൽ ഡ്യൂട്ടിയിലാണോ? പ്രണയാതുരയായിരുന്നു അവൾ.
ദാ മേഡം, ഇതുകൂടി കേട്ടു നോക്കൂ. അഖിൽ വീണ്ടും മൊബൈലിലെ സൗണ്ട് ക്ലിപ്പിംഗ് ഓണാക്കി. അവനും ദയയും തമ്മിൽ നടന്ന ആ സംഭാഷണം മുറിയിലുള്ള എല്ലാവരും കേട്ടു. ഞാൻ പ്രാക്ടീസിലാടി, അഖിൽ പറയുന്നു. നീയോ? നീ എന്തെടുക്കുക, ഉറങ്ങിയില്ലേ? അതോ നീയോ ഹോസ്പിറ്റലാണോ? അതെ, ഞാനും ഹോസ്പിറ്റലാണ്, ദയ ഉത്സാഹത്തോടെ പറയുന്നു. ഇന്നെന്താ നിൻ്റെ കേസ്? ഇരട്ടപ്രസവം മറ്റോ ആണോടാ? ഡെലിവറി തന്നെ. ഇരട്ടയല്ല, പ്രഷറും ഷുഗറും കൂടി കോംപ്ലിക്കേറ്റഡാ കേസ്. പത്മ മേഡത്തിന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പത്മ കുര്യൻ ഗൈനക്കോളജിയിലെ അതിവിദഗ്ധയായ പ്രൊഫസറാണ്. പ്രൊഫസറിനോടുള്ള ദയയുടെ താല്പര്യം മൂലം പത്മ കുര്യന് അവളെ വലിയ ഇഷ്ടമാണ്. ഇപ്പോൾ എല്ലാം ഓക്കെ. ദയ തുടരുന്നു. എന്നെ നിഷയും ചാർജ് ഏൽപ്പിച്ചിട്ട് മേഡം ഇപ്പോൾ വീട്ടിലേക്ക് പോയതേ ഉള്ളൂ. ഇന്നത്തെ രാത്രി ശിവരാത്രി. ദയ കുണുങ്ങിച്ചിരിക്കുന്നു. നിഷ നിൻ്റെ ഒപ്പം ഉണ്ടോ? എന്നിട്ട് അവളെവിടെ? ഇവിടെ എൻ്റെ അടുത്ത് തന്നെയുണ്ട്. നമ്മുടെ പ്രണയസല്ലാപത്തിലെ സൂപ്പർ വാചകങ്ങൾ അടിച്ചു മാറ്റാൻ കാതോർത്ത് നിൽക്കുക. അവിടെ കയ്യിലേക്ക് നീ ഫോൺ കൊടുത്തേ, ഒരു സ്വകാര്യം പറയാനുണ്ട്. അക്കി, ദേ അവളെ ശുണ്ടിയാക്കല്ലേ. അവൾ ഈ രാത്രി എന്നെ തനിച്ചാക്കി സ്ഥലം വിടും. കൃത്രിമ ഗൗരവത്തിൽ ദയ അഖിലിനെ ശ്വാസിക്കുന്നു. വൈകയ്ക്ക് കൂടെ ഉണ്ടായിരുന്ന ഓരോരുത്തർക്കും മനസ്സിലായി, ഒരന്യപുരുഷൻ്റെ ഒപ്പം രഹസ്യ വീഴ്ചയ്ക്ക് ഒരു റിസോർട്ടിലാണെങ്കിൽ ഇത്ര ഫ്രീ ആയി അഖിലിനോട് കൊഞ്ചാൻ അവൾക്കാവില്ല. അവൾക്കെന്നല്ല, ഒരു പെണ്ണിനും കഴിയില്ല. നിഷ, ദേ അക്കേട്ടന് നിന്നോട് സംസാരിക്കാനുണ്ട്. ദയോൺ, ദയ പറയുന്നു. നോ, എനിക്ക് നിൻ്റെ അക്കീനോട് സംസാരിക്കണ്ട. എനിക്ക് വണ്ണം ഇത്തിരി കൂടിപ്പോയി, അത് പറഞ്ഞ് കളിയാക്കാനാ, നിഷ ശുണ്ടിയോടെ പറയുന്നു. അവിടെ ഒരു 120 kg കാർഡിയോളജിസ്റ്റ്. അവന് വേണ്ടി എന്നെ പ്രപ്പോസ് ചെയ്യാമെന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം ഇപ്പോൾ വിളിച്ചത്. ഞാൻ പറഞ്ഞില്ലേ, അത് ആവർത്തിക്കാനാ പ്ലാൻ. ഞാനില്ലേ? നിഷ ഒഴിയുന്നു. അക്കേട്ടാ, നിഷ തടിതപ്പി. ദയ ചിരിക്കുന്നു. അപ്പോൾ ഇന്ന് നീയും അവളും തനിച്ചേ ഉള്ളൂ? അഖിൽ ചോദിക്കുന്നു. നിൻ്റെ ഗ്രൂപ്പല്ലേ ആ വരുണും പാട്ടിയും? അവരല്ലേ ഇപ്പോൾ നിൻ്റെ കൂടെ? വരുണോ? ദയക്ക് അന്വേഷ്ടസ്വരം. 2-3 ദിവസമായി അവൻ കോളേജിൽ വന്നിട്ട് മുങ്ങി നടക്കുക. അതെന്താ? അതെന്താ നിനക്കറിയാത്തത്? അവൻ നിൻ്റെ ക്ലോസ് ഫ്രണ്ട് അല്ലായിരുന്നോ? ക്ലോസ് ഫ്രണ്ട്. വരുണിനെക്കുറിച്ച് തുടരാൻ താല്പര്യമില്ലാത്ത മട്ടിൽ ദയ ചോദിക്കുന്നു. ആകട്ടെ, നീ ഇപ്പോൾ എന്തിനാടാ വിളിച്ചത്? അത് പറ. വെറുതെയോ? യെസ്, വെറും വെറുതെ. നിൻ്റെ ശബ്ദമൊന്ന് കേൾക്കണമെന്ന് തോന്നിയപ്പോഴേക്ക് വിളിച്ചു. കേട്ടു, ദാറ്റ്സ് ഓൾ. അക്കൂട്ടാ, എനിക്ക് നിന്നെ ഇപ്പോൾ കാണണം തോന്നാടാ. ആ വിളിയിൽ പ്രണയാധുര്യവും നൊമ്പരവും. കാർത്തിക വൈഖയെ ഒന്ന് തൊട്ട് ചേർന്ന് നിന്നു. വൈഖ അതറിഞ്ഞില്ല. അവളുടെ നെറ്റി ചുളിഞ്ഞു. കോള് തീർന്നു കഴിഞ്ഞിരുന്നു. അപ്പോൾ ദയ ആ രാത്രി 10:30 ശേഷം റിസോർട്ടിലായിരുന്നില്ല, മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലായിരുന്നു. കാർത്തിക് പറഞ്ഞു. പക്ഷെ 2 തവണ കേട്ടതും ഒരേ ശബ്ദം, ഒരേ ശൈലി, ഒരേ ആൾ. ഒരു വ്യത്യാസമില്ല. പക്ഷെ അതങ്ങനെ. വൈകിക്ക് തല പുകഞ്ഞു. മാഡം കൂടുതൽ ആലോചിച്ച് വിഷമിക്കണ്ട, അഖിൽ പറഞ്ഞു. എനിക്കും ആ സമയത്ത് ഇതേപോലെ തല പുകഞ്ഞു. കൺഫ്യൂഷൻ തീർക്കാൻ ഞാൻ അന്ന് 3-മതൊരാളെ കൂടി വിളിച്ചു. ആരെ? പ്രൊഫസർ പത്മ കുര്യനെ തന്നെ. അഖിൽ തുടർന്നു. പ്രൊഫസറുടെ നമ്പർ മുമ്പെന്നോ ദയ തന്നിരുന്നത് ഞാൻ ഫീഡ് ചെയ്തിരുന്നത് ഉപകരിച്ചു. ഞാൻ അവരെ വിളിച്ചു, എന്നെ സ്വയം പരിചയപ്പെടുത്തി. പ്രിയമുള്ളവരെ, നമ്മുടെ കഥ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ? നമ്മളിതിൻ്റെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പാട്ട് നാളെ രാത്രി കൃത്യം 10 മണിക്ക് കൂടെ നിങ്ങളുണ്ടാവണം അല്ലേ? ഒത്തിരി സന്തോഷത്തോടെ, ഒത്തിരി സ്നേഹത്തോടെ. രാത്രി 1 മണി തന്നെ നമ്മുടെ എപ്പിസോഡ് ഇങ്ങനെ അപ്ലോഡായി കിടക്കുന്നുണ്ടാവും. 9 മണി വരെ കാത്തു നിൽക്കാൻ സമയമില്ലാത്തവർക്ക് മെമ്പർഷിപ്പ് പാക്കേജിൽ പെട്ടെന്ന് കേൾക്കാം. നിർബന്ധമില്ല കേട്ടോ. അപ്പോൾ വീണ്ടും കാണുമ്പോഴേക്കും എല്ലാവരോടും ഒത്തിരി സ്നേഹത്തോടെ എനിക്കായിട്ട് 2 വാക്ക് കമൻറ്റ് ബോക്സിൽ കുറിക്കാൻ മറക്കരുത്. നിങ്ങളുടെ വാക്കുകൾ തേടി ഞാൻ ഇറങ്ങും. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും നിങ്ങളുടെ ഒപ്പം എത്താനായി നിങ്ങളുടെ സ്വന്തം ജാഷി വയനാട്.